ഈ നിയമത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം ഇവിടെ രണ്ട് പേര് പറഞ്ഞത് ഈ നിയമം ഒരു നല്ലൊരു രീതിയിലുള്ള പരിപാടിയല്ല. BJP-യുടെ വക്താവ് പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിനുള്ള ഒരു സംഗതിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഇപ്പം ഞാനിവിടെ പെരുമ്പാവൂർ നിൽക്കുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഓരോ ജനങ്ങളുണ്ട്. ഇവിടെ പല വിലക്കയറ്റത്തിൽ കൊണ്ടായാലും എന്തുകൊണ്ടായാലും കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു കൊച്ചു പാമ്പ് കടിയേറ്റ് മരിച്ചിട്ട് ബേട്ടി ബച്ചാവോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ച ഒരു വ്യക്തിയെ ഞാൻ ട്യൂബിൽ കാണുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ്? ഈ BJP നടക്കുന്ന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതല്ല, മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. അതെ, അന്ന് തന്നെയല്ല, ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് 4.5 വർഷമായിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവം ഈ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് തെരഞ്ഞെടുത്തത് വളരെ നീതി വേണ്ടിയുള്ള ശ്രമമാണ്. വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞോളൂ. അനുകൂലിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രതികൂലിക്കുകയാണ് ഈ നിയമത്തെ? എന്തുകൊണ്ടാണെന്ന് ഇവിടെ BJP പ്രതിനിധി സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ടായി. ഇത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. ആ നിയമം പാർലമെന്റ് പാസ്സായി കഴിഞ്ഞാൽ ആര് എതിർത്താലും, ഇന്ത്യയിലെ ഏത് വിഭാഗം അതിനെ എതിർത്താലും അതൊന്നും ഇവിടെ രാജ്യത്ത് വില പോവുകയില്ല എന്നുള്ള ഏകാധിപത്യ സ്വരത്തോടുകൂടി അത് പറയുകയുണ്ടായി. പാർലമെന്റിൽ ഒരു കക്ഷിക്ക് ജനാധിപത്യപരമായി ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് ഏത് വിഭാഗം ജനങ്ങളെയും അടിച്ചമർത്തി ഒരു നിയമം കൊണ്ടുവന്ന് ഭരിക്കുക എന്നുള്ളതല്ല. അത് ഈ രാജ്യത്തെ എതിർപ്പുകളെയും എതിർസ്വരങ്ങളെയും മാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭരണഘടനാപരമായി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ വിരുദ്ധമായി ഒരു നിയമം ഇവിടെ പാർലമെന്റിന് പാസ്സാക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്തെ അഭയാർത്ഥികളോട് മനുഷ്യത്വപരമായിട്ടാണോ മതപരമായിട്ടാണോ ഇവര് ഈ നിയമം കൊണ്ടുവന്ന് ഒരു കാര്യം ഒരു പൗരന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി നമുക്ക് വളരെ കൃത്യമാണ് താങ്കൾ ചോദിച്ച ഉപചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അഭയാർത്ഥികളുടെ കാര്യത്തിൽ രാജ്യത്തെ സർക്കാരിനുള്ളത് പി കൃഷ്ണദാസ്, അത് മനുഷ്യത്വപരമായ നിലപാടാണോ മതപരമായ നിലപാടാണോ? സ്റ്റേറ്റ് ചോദ്യമാണ് ഒരു സാധാരണക്കാരന്റെ. അല്ലാതെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണല്ലേ? അത് മതപരമാണോ മനുഷ്യത്വപരമാണോ? അതിന് മനുഷ്യത്വപരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവോ? നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിൽ മനുഷ്യത്വപരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പൗരത്വ നിയമത്തിലില്ല. അതിന്റെ പ്രധാന കാരണം മനുഷ്യത്വപരമായി രാജ്യത്തിലേക്ക് മതപരമായി വിവേചനം നേരിടുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിവേചനത്തോടു കൂടി രാജ്യത്തിലേക്ക് അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാം മതത്തിലുള്ളവർക്ക് മാത്രം ഇവിടെ പൗരത്വം നൽകുകയില്ല. അവർക്ക് മാത്രം മനുഷ്യത്വപരമായി സർക്കാരിന്റെ സമീപനം, ഇസ്ലാം മതവിശ്വാസികളോട് മനുഷ്യത്വപരമായ സമീപനം സർക്കാരിനില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം കുറച്ചുകൂടി ലളിതമായി ഞാൻ ഇങ്ങനെ പറയാം. പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് എന്ന പേരുള്ള ഒരു അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടയാളും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു ഹിന്ദുവായ ഒരു മനോഹരൻ എന്നുള്ള പേരുള്ളയാളും 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറുകയും പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുകയും ചെയ്താൽ ആർക്കാണ് പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുക? നിങ്ങൾ ആ വിഷയം ഞാനോ അരുണോ ഈ ചോദ്യം ചോദിച്ച ആളോ ബാധിക്കുന്ന വിഷയമല്ല. മനോഹരന്റെ വിഷയവും മുഹമ്മദിന്റെ വിഷയവും എന്റെ വിഷയമാണ്, ആർഷോയുടെ വിഷയമാണ്, ജിൻജോയുടെ വിഷയമാണ്, ഇന്ത്യയുടെ വിഷയമാണ്. BJPക്ക് വിഷയമല്ലായിരിക്കും. കാര്യം മനോഹരനുണ്ട്, മുഹമ്മദിനില്ല. അരുണിനും വിഷയമല്ല. എനിക്ക് വിഷയമാണ് സാർ, എനിക്ക് വിഷയമാകണം സാർ, ആർഷോയ്ക്ക് വിഷയമാകണം സാർ. അതാണ് മനുഷ്യർക്ക് വിഷയം. അതാണ് ഈ വിഷയമാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ്. ഈ രാജ്യത്ത് മതപരമായി നിങ്ങൾ ഒരാൾക്ക് പൗരത്വം കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന 6 മതങ്ങൾക്ക് ഇല്ലാത്ത എന്ത് കുറവാണ് രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇല്ലാതെ? സുഹൃത്തെ, നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ആദ്യമേ തന്നെ ഇല്ലാതെയാക്കിയത് ഈ കോൺഗ്രസ്സുകാരാ. 1975 മുസ്ലിങ്ങൾ വരില്ലേ? BJP-ക്കാരുടെ മനുഷ്യത്വത്തിലെ മുസ്ലിം